എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് ചായയുടെയൊക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ, അതായത് മാവ് കുഴയ്ക്കുകയും പരത്തൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ വളരെ കുറച്ച് ചിക്കനാണ്. ഒരു 250 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 2 കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പശുവിൻ പാലാണ് കേട്ടോ. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു മുട്ടയുടെ ഒരു മിക്സും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലൊരു ചിക്കന് ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിച്ചിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ചിക്കൻ വെന്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം, അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. തക്കാളിയും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ലാസ്റ്റ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് പിച്ചിന്ന് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താലും മതി. അപ്പോൾ ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലോ കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞൊന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ മൈദയും ഇതൊരു 1/2 കപ്പ് അളവിൽ പശുവിൻ പാലാണ് കേട്ടോ. ആ ഒരു പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ചെറിയ ഏത് പാൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയൊരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീ നന്നായി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ആ ഒരു മൈദയുടെയൊക്കെ ഒരു നമ്മൾ മിക്സിയിൽ ഇപ്പോൾ അടിച്ചിട്ടെടുത്ത ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ചിക്കൻ്റെ ഒരു ഫില്ലിങ് ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെതറിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു ഫില്ലിങ് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു മുട്ടയുടെ ഒരു മിക്സ് ഇല്ലേ, ആ ഒരു ഫില്ലിങ് ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ മുട്ടയുടെ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുകളിൽ. ആ ഒരു അറ്റത്തേക്ക് അങ്ങ് ആക്കാതെ ഇതുപോലെ അറ്റത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് മൊസറല്ല ചീസൊന്ന് വെതറിന്ന് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിയിലയോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ.
ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇതുപോലെ പൊടിച്ചതൊന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 12 to 15 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഏകദേശം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന പാത്രവും നമ്മുടെ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് ആ ഒരു ടൈമിങ്ങിൽ ചിലപ്പോൾ അങ്ങോട്ട് കൂടിയോ കുറഞ്ഞെന്നൊക്കെ വന്നെന്നിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നറിയാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ കുത്തി നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത് കണ്ടില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചീസും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചീസും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് നല്ല സിമ്പിളായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ലാസ്റ്റ് നമ്മളൊരു ചില്ലി ഫ്ലേക്സ് ഇടുന്ന സമയത്ത് കുറച്ചൊരു ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.